ഈ കൂദാശയുടെ പ്രസക്തി എന്താണ്? ഈ കൂദാശകൾ യേശു സ്ഥാപിച്ചതാണോ? ഈ പറയുന്ന കൂദാശകൾ ഒന്നും ദൈവം തമ്പുരാൻ ഇൻസിസ്റ്റ് ചെയ്തെന്നല്ല. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കൂദാശകൾ കാണാം. അതിൻ്റെ പേര് കൂദാശ എന്നുള്ള വാക്ക് മലയാളം വാക്കല്ല. അത് ഒരു ഫോറിൻ ലാംഗ്വേജ് ചുമ്മാതെ ആൾക്കാരുടെ തലയിൽ വെക്കുമ്പോൾ അവർക്കത് എന്താ തിരിച്ചറിയാൻ വയ്യാതെ പോകണം, ആ ഉദ്ദേശത്തോടു കൂടി വെച്ചതാണ്. അതിൽ ഒരെണ്ണം യേശു തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്നാനമേൽക്കണം, നിങ്ങൾ വെള്ളത്താലും ആത്മാവാലും നിങ്ങൾ സ്നാനമേൽക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുവിൻ, ഇത് എൻ്റെ ശരീരം, ഇത് എൻ്റെ രക്തം. എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങി അനുഭവിപ്പീൻ. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും കുടികൊള്ളാൻ അത് കാരണമായി തീരുമെന്ന് പറഞ്ഞ് ഈ 2 എണ്ണം അല്ലാതെ കക്കൂസും കുളിമുറിയും എല്ലാം ഈ കൂദാശ ചെയ്യുന്ന വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കൂദാശ? ഈ ഇരിക്കുന്നതായ കേരളത്തിലെ ആൾക്കാർക്ക് കൂദാശ എന്നുള്ളതിൻ്റെ അവർ പറഞ്ഞ് നിങ്ങളെ ധരിപ്പിച്ച എന്തോ ഒരു ധാരണ ഉണ്ട്. അത് ശരിയാണെന്ന് ആര് പറഞ്ഞു? അവർക്ക് അറിയാവുന്ന ആര് പറഞ്ഞു? ഒന്നും അറിയത്തില്ല. ഇതെല്ലാം പൈശാചിക ചിന്തകൾ പിശാചി ഇവരുടെ തലയിൽ കുത്തിവെച്ചതാണ്. ഞാൻ ഇതെല്ലാം അനുഷ്ഠിച്ചിരുന്ന ഒരു മനുഷ്യന് കുറേ കഴിഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടു. പരിശുദ്ധാത്മാവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോഴത്തുണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഒരുപാട് സംശയം എനിക്കുണ്ടല്ലോ, ഞാനിതെങ്ങനെയാണ് പോയി ആരോട് ചോദിച്ചാലും അവരൊക്കെ ബ്ലഫ് ചെയ്യുവാണ്. ബാവാമാർ, എനിക്ക് 6 ബാവാമാരെ അറിയാം ഈ ഓർത്തഡോക്സ് സഭയിലെ. അവരെയൊക്കെ ഞാൻ സമീപിച്ചോരെന്ന് വെച്ചാൽ അവരെല്ലാവരും ബ്ലഫ് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണെന്നറിയാം? ദേ ഡു നോട്ട് നോ. അറിയണമെങ്കിൽ ഒരൊറ്റ ആൾക്ക് മാത്രമേ ഇതിൻ്റെ എല്ലാം ഉത്തരം അറിയത്തുള്ളൂ. അത് ഞാൻ ഈ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അടിയനെ എല്ലാവരും ബ്ലഫ് ചെയ്തു, ഇത് അടിയനൊന്ന് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഡയറക്റ്റ് ചെയ്തത് ആരുടെ അടുക്കലാണ്? പരിശുദ്ധാത്മാവിൻ്റെ അടുക്കിലേക്ക്. അതായത് 1 യോഹന്നാൻ 2:27 എന്നെ ഓടിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? ഈ ആള് നിന്നെ സകലതും പഠിപ്പിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് സത്യമാണ്, ഇത് ഭോഷ്കല്ല. അതിനാൽ നീ അദ്ദേഹം പറയുന്ന പോലെ കേൾക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വിശുദ്ധ വേദപുസ്തകത്തെ എംബ്രേസ് ചെയ്തത്. അതിന് ശേഷമാണ് ദൈവം തമ്പുരാൻ എനിക്ക് ഈ ദൈവിക വെളിച്ചം കാണിച്ചു തന്നത്. അതിന് ശേഷമാണ് ഞാൻ ഈ സുവിശേഷ ഘോഷണത്തിനായി നടക്കുന്നത്. ഇതാണ് കൂദാശ എന്നുള്ള മിസ്നോമറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.